മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേര് ഡോഗിനെ തെരുവിൽ നിന്ന് എടുത്ത് വളർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പപ്പീസിനെ വാങ്ങി വളർത്തുന്നുണ്ട്. എന്നാൽ നമ്മൾ അധികം പേരും അറിയാത്തതും അധികം പേരും ചെയ്യാത്തതുമായ ഒരു കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. ഞാനിന്ന് പറയാൻ പോകുന്നത് പപ്പികൾക്കുള്ള വാക്സിനേഷൻ്റെ കാര്യമാണ്. ഏതൊക്കെ സമയത്ത് എന്തൊക്കെ വാക്സിൻ എടുക്കണം എന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടി പറയുന്നതാണ്. ഒരു ഡോക്ടറെ കാണിച്ച് കൃത്യമായി അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഒരു പപ്പിയെ വാങ്ങുകയാണെങ്കിൽ തന്നെ ഏകദേശം 30 മുതൽ 60 ദിവസത്തിനുള്ളിലാവും നമ്മൾ വാങ്ങുക. അപ്പോൾ ആദ്യം ഇവയ്ക്ക് നൽകേണ്ട വാക്സിനാണ് പപ്പി DP, കേനൈൻ ഡിസ്റ്റംപർ, പാറോ വൈറൽ ഇൻഫെക്ഷൻ എന്നിങ്ങനെ ഈ 2 അസുഖങ്ങൾക്കുള്ള ഒരു മുൻകരുതലാണ് ഈ പപ്പി DP എന്ന് പറയുന്നത്. ഒരു 40 to 45 ദിവസത്തിനുള്ളിലാണ് പപ്പി DP എടുക്കേണ്ടത്. അടുത്ത വാക്സിനേഷൻ വരുന്നത് 60 ദിവസത്തിലാണ്. DHLPPI എന്നാണ് ഈ വാക്സിനേഷൻ്റെ പേര്. ഇത് പ്രധാനമായും കേനൈൻ ഡിസ്റ്റംപർ, ഹെപ്പറ്റൈറ്റിസ്, ലെപ്റ്റോസ്പൈറ, പാരോ ഇൻഫെക്ഷൻ, പാരാ ഇൻഫ്ലൂസ് എന്നീ രോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുത്തിവയ്പ്പ് എടുക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാക്സിനേഷനാണ് 75ാമത്തെ ദിവസം എടുക്കുന്നത്, ആൻറ്റി റാബിറ്റ്സ് വാക്സിനേഷൻ. അതായത് പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷനാണിത്. ഇതിന് മുന്നേ എടുത്ത വാക്സിനേഷനെല്ലാം ഡോഗിനുള്ളതാണെങ്കിൽ ഇത് അതിനെ നോക്കുന്ന മനുഷ്യർക്ക് കൂടിയുള്ളതാണ്. ഇനി 90ാം ദിവസമാണ് ഈ 60ാം ദിവസം DHLPP എടുത്തതിൻ്റെ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 105ാം ദിവസം നമുക്ക് ഈ പേവിഷബാധയുടേതിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് കൂടി എടുക്കാനുണ്ട്. പൊതുവേ ഇത്രയും വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പപ്പിയുടെ വാക്സിനേഷൻ പൂർത്തിയായി. ഈ വാക്സിനേഷൻ്റെ എല്ലാം പ്രത്യേക ദിവസം മുന്നേ തന്നെ ഡിവാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കൃത്യമായി ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം. കൂടാതെ ഡോഗുകൾക്ക് വാക്സിനേഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നല്ല ഹെൽത്തി ഭക്ഷണം നൽകുന്നതും നല്ലതാണ്. മച്ചന്മാരെ, നിങ്ങൾക്ക് ഈ ചെറിയ ഇൻഫർമേഷൻ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.